ഇന്ന് നമ്മൾ ദുബായ് ദേറ മാർക്കറ്റിലാണ്. കാണണോ? ദേറ മാർക്കറ്റ് കാണിച്ചു തരാം. ഇത് നോക്കൂ, ഭംഗിയുള്ള ബൗളുകൾ കണ്ടോ. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഒരു 5 രൂപ 10, നമ്മുടെ നാട്ടിലെ ഒരു 100 രൂപ 150 രൂപ റേഞ്ച് വരുന്ന ബൗളുകളാണ് ഇതെല്ലാം. ഈ ബൗളുകളെല്ലാം പിന്നെ നമ്മൾ പറയില്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ സത്സംഗത്തിന് ഒട്ടകം വേണമെന്ന്. ഞാൻ 2-3 ഒട്ടകങ്ങളെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ ഈ ഒട്ടകങ്ങൾ. ഇത് മതിയോ ഈ ഒട്ടകങ്ങൾ? പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഷോളുകൾ കാശ്മീരി ഷോളുകളാണ്. കാശ്മീരി ഷോളുകളെല്ലാം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നോക്കിയാൽ ഒരു 500 രൂപ 600 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഷോളുകളാണ്. ഷോള് വേണോ? എത്ര എണ്ണം? ഇപ്പം ഇരുന്നാൽ മതി. ഞാൻ ഒട്ടകമല്ല, ഷോളല്ല, ഒന്ന് മുട്ടായി മേടിച്ചു തരാം, അത്രേ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഈ കാണുന്ന സാധനങ്ങൾ ഇതിനകത്ത് ഈ ഒട്ടകം, ആന, കുതിരയൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇത് പലതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് മെയ്ഡ് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇതിനകത്ത് നിറച്ച് ഒട്ടകങ്ങളാണ്. ഒട്ടകമുണ്ട്, പേഴ്സുണ്ട്. ഇതെല്ലാം ഇത് പഴയ ദീറ മാർക്കറ്റാണ്. നമ്മൾ ഈ ദീറ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇനി കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ഭാഗങ്ങൾ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇതാ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അലുമിനിയം ചായ പാത്രമൊക്കെ ഇല്ലേ, ചായ ഇടുന്ന പാത്രം കണ്ടു. ഈ അലുമിനിയം പാത്രങ്ങളൊക്കെ ഇതായിരിക്കുന്നു. പലരും പിടിച്ചുകൊണ്ട് പോകുന്നു അറിയത്തില്ല. കണ്ടോ, ആ ചായ പാത്രമൊക്കെയാണ്. 40 ദിർഹംസ്. 40 ദിർഹംസ് എന്ന് വെച്ചാൽ എത്ര വരും? ചായ പാത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഭരണി പോലെയൊക്കെ തോന്നും. ഇതകത്ത് സ്റ്റീലാണ്. സംഗതി കണ്ടോ? എന്തെടുക്കുമ്പോഴും സാറ് നമുക്കും കൂടി വാങ്ങണമെന്നാണോ? പിന്നെ വാങ്ങിച്ചത് തന്നെ ഇല്ലേ? നമ്മുടെ പിള്ളേർ സെറ്റിനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ വേറെ അടുത്ത് നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇത് മൊക്കാൻ ട്രേഡിംഗ് എല്ലാം വെച്ചിരിക്കുന്നത്. പണ്ട് എൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം, വളരെ പഴയ സ്ട്രക്ചറിലാണ് ഈ മൊക്കാൻ ബിൽഡിങ്. മൊക്കാൻ ബിൽഡിങ്ങിൽ ഇങ്ങനെ വന്ന് നമ്മൾ നേരത്തെ കണ്ട കാശ്മീരി ഷോൾസ് തന്നെ, ആ കാശ്മീരി ഷോൾസിൻ്റെ ഇതിൻ്റെ അകത്ത് അൽ ഖ്വയ്ദ് പോയറ്റ് മ്യൂസിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. അൽ ഖ്വയ്ദ്. Very fine. Good. भाई ये क्या लिखा है? अल ख्वയ്ദ് पोएट म्यूजियम है. एक पोएट ഇനി ഇവിടെ പറഞ്ഞ വല്ല അനാവശ്യമായി പോകുന്ന പേടിച്ചിട്ടാ ഇത് വായിക്കാൻ പേടി. അലോ കൊയ്ലി പോയറ്റ് മ്യൂസിയം. പോയാലോ അലോ കൊയ്ലിയിലേക്ക്? കമോൺ, അലോ കൊയ്ലി എങ്കിൽ അലോ കൊയ്ലി. അമ്മമാരൊക്കെ ഇതൊക്കെ കാണിച്ചു തന്നിട്ട് തന്നെ കാര്യം. അതെ, വല്ലവനും മറ്റേ മോഹൻലാലിനെ പിടിച്ചു വരുന്ന പോലെ ലേലു വല്ലു പിടിച്ചു കെട്ടിയാൽ നോയിക്കോണം കേട്ടോ. അലോക്വയിലി കാണാൻ പോവുകയാണ്. ഈ അലോക്വയിലിന്റെ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ ഗല്ലികൾ പോലെ തോന്നുന്നു. അതിനകത്തൊക്കെ പോയാൽ പിടിച്ചു കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അലോക്വയിലി നോക്കട്ടെ, അലോക്വയിലിയിൽ എന്തോ എന്നുള്ളത്. Morning. Shall we come inside? Make video on Kotala. Oh. Where are you from? I'm from India. Yeah. So nice. Thank you. Next video. एक पोएट का है, वो जो कविता लिखने वाले का है. What? पोएट म्यूजियम है. Is it a museum? Yeah, museum. Yeah, true. And the free. हाँ. Okay. So nice. Okay. എൻട്രി ഫ്രീ ആണ്, കംപ്ലീറ്റ് ആയിട്ടും എൻട്രി ഫ്രീ ആണ്. ലീനേജ് ഓഫ് ഇതാണ് നമ്മൾ അവിടെ ബോർഡിൽ കണ്ട അൽ ഖ്വയ്ലി. പോയിന്റ് മുബാറക് ബിൻ ഹമദ് ബിൻ മുബാറക് അൽ ഖ്വയ്ലി ഈസ് റിലേറ്റഡ് ടു അൽമനിയ, എ ഫാമിലി ഓഫ് ബൈൻ ഒഖ്വാലി which is related to the lineage of Bani Khalid. Bani Khalid are related to the people of Rabia ibn Amr, or one of the most famous tribe of Mother Andan of the Arabian Peninsula. He mentioned his lineage from the poem when he said, Father Hamad, a glory of Almania, family, generous people, highly considered. I am
on Arab from Modar, from Adnan lineage. I have a self-esteem that refuses to death in meekness. ഇതാണ് സംഗതി. ഈ എന്താ പറയുന്നത്, ഈ അൽ ഒക്വൈലി എന്ന് പറയുന്ന പൊയറ്റാണ്. ഈ അൽ ഒക്വൈലിയുടെ ലീനിയേജ് ആണ് കാണിക്കുന്നത്. ഈ ഐ ആം ഓൺ അറബ് ഫ്രം മഹദാർ ഫ്രം അദ്നാൻ ലീനിയേജ്. ഇത് ആ കവി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ ആയിരിക്കണം. നോക്കൂ, ഈ ഹുക്ക പോലുള്ള coffin pots. Hi. Hi. How are you? Nah, going good. Yeah, it's okay. Yeah, he's a poet. He's a poet of Arabia. Yeah, that's one. Oh, he's a poet of Arabia. Yes, that's yeah, one. Yeah. Where he has come from? He's come from Saudi. Now you translation in Arabic or in in Indian or English? Oh, Indian. Ah, okay. Cool. Yeah, it's okay. No, he's from Saudi. He's born in 70. He's born in 1875. Oh, And 1875, around 200 years back. yes. Today is 1975 is over. And And 150 years yes, back. Oh my yeah. goodness. Alhamdulillah. And his will be the father will be died. He's 10 years old. The mother took care of him. And to send it somebody to know like little education like math, reading, writing, True. and to learn him after to grow to love to Quran, you know. True. He It's a prayer. say the Quran, it's love to Quran because he said the Quran is have many words. Many words in the Quran. Oh. It can we be writing the poetry. Oh, true. And he will be died is 1954. Yeah, but he's not married. It's no have children, not married. It's totally free. Yeah. Yeah. I think it's anybody's free will be looking about that one, but it's True. not free. I think nothing. We not see that one. True. You know, the man is have children, have wife. I think it's we not see that one. True. He's when he's grow to move many country because you know he's from Saudi. He's moved many country to check which country to safe with him. And he's come in Dubai. He's come in Dubai is 1920. It's age 41. 120 years back. Yes. Oh my And goodness. he's make it this house is 1923. After 3 years when we come to Dubai. Oh, in 1903, he Yeah. made this house. Yeah, he's Wow. 2 floor and 8 room. Have one is kitchen and one classic poetry. 8 മുറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 8 മുറിക്കകത്തുള്ള ഓരോ മുറികളും കയറി ഇറങ്ങുന്നത്. നിധിയൊക്കെ വെച്ചേക്കുന്ന മുറി ഏതെന്നാ ഞാൻ നോക്കുന്നത്. വല്ലതൊക്കെ ഉണ്ടോ? Shall we go upstairs? ഇത് അടുക്കളയാണ്. Is it kitchen? അടുക്കള കാണാൻ പോവുക. വലത് കാല് വെച്ച് കയറണം കേട്ടോ. ഓ, ഇത് നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ചട്ടിയും കലവും പോലത്തെ തിരുവാക്കല് കണ്ടോ? നമ്മുടെയൊക്കെ നാട്ടിലെ തിരുവാക്കലം എന്ന് പറയും. പണ്ട് പയറ് പൊടിക്കാൻ എടുക്കുന്ന സാധനം കാണാവോ കല്ലിൻ്റെ അടിയിൽ? ഇത് ചൈനീസ് ഡിഷസ് ബോട്ട് ബൈ പോയിട്ട് ഫസ്റ്റ് വേൾഡ് വാർ 1ാം ലോക മഹായുദ്ധത്തിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ വച്ചിട്ടുണ്ടല്ലോ. ഓ, തട്ടിൻ്റെ മുകളിൽ ഇനി ആർക്കാണോ എന്തോ വെച്ചേക്കുന്നത്. എന്നോ ഒരു കാലത്ത് ഗസ്റ്റ് വരുമെന്ന് സൂക്ഷിച്ച് വെച്ചേക്കും പോലത്തെ അന്ന് ഇവിടെ പോയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ അടുക്കള നല്ല നീറ്റാണ് കേട്ടോ. ഇവിടെ കുക്കിംഗ് ഒന്നും നടന്നേ പറയത്തില്ല. നമ്മുടെ വീട്ടിലെ നമ്മുടെയൊക്കെ നാട്ടിലത്തെ പോലത്തെ ചട്ടി, കണ്ണാപ്പ, കൊലം, മറ്റേ ഇപ്പോഴത്തെ എന്തോ ഇൻസ്റ്റൻറ്റ് ബിരിയാണി പോട്ടിൻ്റെ ഷേപ്പിലുള്ള സാധനം, ഡൗറി, ചൈനീസ് ഡിഷാണ്. എൻ്റെ അമ്മേ, ഈ പോയിട്ടൊരു നിസ്സാരക്കാരനല്ല. പക്ഷേ ഈ പേര് മാത്രം പഠിക്കാൻ പറ്റത്തില്ല. അൽ ഖ്വൈബി എന്തോ ആണ്. നമുക്ക് മുകളിലൊരു 2ാമത്തെ ഒരു നില കെട്ടിയിട്ടുണ്ടായിരുന്നു. 8 പേരില്ലയോ? 2ാമത്തെ നിലയിൽ വല്ലതും ഉണ്ടോ നോക്കാം. അമ്മ വാ.
പതുക്കെ കയറി വരണം. ഇവിടെ ഒരു പടിയുണ്ട് കേട്ടോ. ഷോ ഈ കവി അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. അന്നത്തെ കാലത്ത് 1923 എന്തൊക്കെ അമ്മ ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ അക്കൗണ്ട് ബുക്ക് പോലെ ബുക്ക് പോലെ എഴുതി പിടിപ്പിച്ചേക്കുന്നേ. ഇത് വായിക്കാൻ അറിയാവോ? ചിലപ്പോൾ ഉള്ളി 10 കിലോ, മുളക് 50 ഗ്രാം എന്നൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ പലവ്യഞ്ജന കടയിലൊക്കെ തുണ്ടെഴുതി കൊടുക്കുന്ന പോലെ പണ്ട് ഈ കവി തുണ്ടെഴുതി കൊടുത്തതായിരിക്കും വീട്ടിൽ ദാനമായിരിക്കാം. പോയറ്റ്സ് മാനുസ്ക്രിപ്റ്റ്സ്. സംഗതി വലിയ പ്രസ്ഥാനമാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സൂക്ഷിച്ച് വേണം. ഇവിടെയും പടിയാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കയറി ഇറക്കവാ. ഈ പണ്ടത്തെയൊക്കെ വീട് പോലെ അങ്ങോട്ട് ഒരു പടിയും നാലോട്ട് കയറുന്ന 5 പടി ഇങ്ങോട്ട് കയറും. വല്ല ഓക്സിജൻ മാസ്കേറ്റ വയ്ക്കണം. ഓ നാഗവല്ലി മനോഹരി, രാമനാഥൻ്റെ നാഗവല്ലിയുടെ അപ്പൂപ്പൻ്റെ വടി കണ്ടോ അമ്മൂമ്മ? ആ, അയാൾ മറ്റേ ശങ്കരൻ നമ്പി ഇടിച്ച് നടന്ന വടിയില്ലേ, ഇതേ നോക്കിയാട്ടെ. പോയറ്റ് കിങ്സ് എന്ന് പറഞ്ഞത് അല്ല. പിന്നെ ഓ, ഇതിനകത്ത് വേറൊരു മുറിയോ ഈശ്വരൻ. ഇത് പണ്ടുള്ള അമ്മമ്മമാരെ പണപ്പെട്ട് സൂക്ഷിക്കുന്ന പോലെയാണ്. ചെറിയ വെട്ടിയെടുത്ത് വലുതിനകത്ത് വെച്ച് കൂട്ടി, വലുതിനകത്ത് ചെറുതിനകത്ത് വെച്ച് കൂട്ടി. പക്ഷെ മുറികളൊക്കെ ഭയങ്കര കൂളിംഗ് ആണോ. എല്ലാം AC ഒക്കെ ഇപ്പോഴത്തെ ഫിറ്റ് ചെയ്ത്. ഓ, പണ്ടത്തെ അറബി രാജ്യത്ത് നല്ല രസമായിട്ട് നല്ല വാതിൽ ഇതൊക്കെ പിടിച്ച് അടയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്നെ പിടിച്ച് അടയ്ക്കുമെന്നുള്ളതാണ്. ഇത് പഴയ നമ്മുടെയൊക്കെ വീട്ടിലെ സാക്ഷ്യം പോലത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വലിയ സാക്ഷ്യം പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കണ്ടോ. അങ്ങനെയാണ് ഇവിടെ നിന്ന് തുറക്കുമ്പോൾ ഇത് ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമാണ്. Arab coffee, it's so aroma is so sweet. Jamuna, Oh, you belong to India. You belong to India before. Nepal. Oh, good. ഈ കോഫി എടുത്ത് തരുന്നതില്ലേ എവിടെ നിന്നാണെന്ന് അറിയാമോ? നേപ്പാളിൽ നിന്നാണ്. ഓ, താങ്ക് യു. യു ആർ ഫ്രം ഒരു ലവ്ലി സ്ട്രീറ്റാണ്. ഞാൻ വീഡിയോ ഇടാം കേട്ടോ. മോതിരം ഉണ്ടല്ലോ, ഈ മോതിരം നോക്കൂ. ഈ മോതിരം വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറിയ ഒരു മോതിരമാണ്. വേൾഡ് ഗിന്നസ് റെക്കോർഡ്സ് എന്ന് താഴെ എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, പടച്ചട്ട പോലെ. നമ്മുടെയൊക്കെ പിള്ളേർ നാട്ടിൽ ഈ ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടതുപോലെ സ്വർണ്ണത്തിലുണ്ടാക്കിയ ടോപ്പ്. ഡീറ്റെയിൽഡ് വീഡിയോസ് നമുക്ക് വൈകുന്നേരം നാമജപത്തിൻ്റെ സമയത്തല്ല, അല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലും ഇത് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഓ, ഇത് ഇതേ നോക്കിയാൽ സ്വർണ്ണത്തിലെ ഡ്രസ്സ്. അഗേ വെരി ഷെയിംഫുൾ. ഇങ്ങനെയാണോ ഡ്രസ്സ് ഇടുന്നത്? വേണ്ട, നമുക്ക് ഈ വീഡിയോ നോക്കുമ്പോൾ മുഴുവൻ വേണ്ട. നമ്മൾ കണ്ടിട്ടുണ്ടോ? അമ്മേ കമോൺ, ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. മറ്റേ വേൾഡ് ഗിന്നസിലെ റെക്കോർഡ് മാത്രമല്ല, അതെ ഇങ്ങോട്ട് അമ്മ ഇതേ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ ഇതേ നോക്കിക്കുക അമ്മ. ഈ മാലകളൊക്കെ നോക്കിക്കുക. എൻ്റെ ജീവനെ ഇതൊക്കെ എന്താ ഇത് കണ്ടോ? ഈ മാലയുടെ ഡിസൈനൊക്കെ കണ്ടോ? ഓ മൈ ഗുഡ്നസ്, കണ്ടാൽ പേടി തോന്നും. ഈ പടച്ചട്ട പോലെയൊക്കെ ഇരിക്കുക. ഈ കാഴ്ചകളെല്ലാം കാണുന്നത് ദുബായ് ഗോൾഡ് സൂക്കിൽ നിന്നാണ്. കാണിച്ചു തരാം ബാക്കി കാഴ്ചകളൊക്കെ. ഞാൻ ഇതിൻ്റെ ഇടയിൽ നോക്കട്ടെ, ഏതെങ്കിലുമൊക്കെ നല്ല കാഴ്ചകൾ കാണാം. നിങ്ങൾ അപ്പം നിർത്തും, അപ്പം ഇതൊക്കെ കാണിച്ചു തരും. ഞാൻ പണ്ടേ ഒരു വാക്കില്ലേ, എവിടെ പോയാലും അവിടുത്തെ കാഴ്ചകൾ എന്താണോ ഞാൻ അവിടെ ഉറപ്പായിട്ടും കാണിച്ചു തരും ഇല്ലേ. ഇത് വേറൊരു ജ്വല്ലറിയാണ്. ഇത് മുഴുവൻ ഡയമണ്ട് എന്തോ ആണെന്ന് തോന്നുന്നു. സ്റ്റോൺസ് ഒക്കെ ഉള്ളൊരു ജ്വല്ലറിയാണ്. നാഷണൽ എന്നാണ് ഈ ജ്വല്ലറിയുടെ പേര്. ഇത് ഫുൾ സ്റ്റോൺസ് ആണ്. ഈ സ്ട്രീറ്റിൻ്റെ ഡെപ്ത് കാണുന്നുണ്ടോ? ഭയങ്കര തിരക്കാണ്. സ്വർണ്ണം വാങ്ങിക്കാനുള്ള തിരക്കാണ്. സ്വർണ്ണം വാങ്ങിക്കലുണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ എൻ്റെ നടത്തമൊക്കെ കണ്ടാൽ തോന്നുന്നു 1.5 ലക്ഷം ദറംസും കൊണ്ടാണ് നടക്കുന്നത്. ആകെ 122 ദറംസും കൊണ്ടാണ് നടക്കുന്നത് ഇല്ലേ. പിന്നെ അല്ല, നമുക്ക് എന്തോ വേണം, വരും പോകണം. നമുക്ക് 122 ആനയെ വാങ്ങിക്കാം. ആനയല്ല, ഒട്ടകത്തിനെ വാങ്ങിക്കാം. സ്വർണ്ണം ഒട്ടകത്തിനെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത്
നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗോൾഡ് പ്ലേറ്റിംഗിന്റെ ജ്വല്ലറി പോലെയൊക്കെ തോന്നി. നമ്മുടെ നാട്ടിലേക്ക് ഈ ഗോൾഡ് മറ്റേ പ്ലേറ്റഡ് ജ്വല്ലറികളൊക്കെ തൂക്കിയിട്ടേക്കും പോലെ തൂക്കിയിട്ടേക്കും. ഞാൻ നോക്കട്ടെ, എന്തോ വേണം, മാലയോ? ഞാൻ നോക്കാം. മാല പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഗ്രാമൊന്നും എഴുതിയിട്ടില്ല, കാരണം ഇതൊക്കെ ആനത്തൊടൽ പോലെയൊക്കെ കിടക്കും. തലയിൽ വയ്ക്കാൻ കിരീടം വേണോ? കിരീടം ഇരിപ്പുണ്ട്. സത്യം കണ്ടു കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കും, നമുക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് അത്രയും മറ്റേ പ്ലേറ്റിംഗ് ഓർണമെന്റ്സ് ആണെന്ന്. പക്ഷെ സത്യം ഇതൊക്കെ ഒറിജിനൽ സ്വർണ്ണം എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ അകം നോക്കിക്കാമേ, അതിൻ്റെയൊക്കെ അകം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയത്തില്ല. ഈ ആക്രി കടക്ക് നമ്മൾ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ജ്വല്ലറികൾ വിൽക്കുന്ന കട പോലെ ഇത് ഈ ചുമ്മാ വാരി തൂക്കിയിട്ടേക്കുവോ? ഇത് എന്തുവാണെന്ന് അറിയാമോ? കുരുത്തോലയൊക്കെ വാരി തൂക്കിയിട്ടേക്കുന്ന പോലെ വാരി തൂക്കിയിട്ടേക്കുവോ? ഇനി ഇതൊന്നും ഒറിജിനൽ അല്ലേ എന്തോ അത് അറിഞ്ഞുകൂടെ, ആരോടെങ്കിലും ചോദിക്കണോ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സിൽവർ ജ്വല്ലറികളാണ്. സിൽവർ 18 ക്യാരറ്റ് ഗോൾഡ് നമ്മുടെ നാട്ടിൽ കുറവാണ്. 18 ക്യാരറ്റ് ഗോൾഡ് കാണണോ? 18 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ്, പക്ഷെ മാറ്റ് കുറഞ്ഞ സ്വർണം നമ്മൾ പറയും. ഈ ഡയമണ്ടൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന 18 ക്യാരറ്റ് ഗോൾഡ് അത് 750 UAE ദിറംസ് ആണെന്ന് തോന്നുന്നു. എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ശരി, അപ്പോൾ സ്വർണ്ണ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അടുത്ത ജ്വല്ലറി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇല്ലേ, എന്താണെന്നല്ലേ ഇന്ന് മുഴുവൻ പാട്ട് ഫോമില്ല ഇല്ലേ? സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. അവിടെ കൊണ്ടു കഴിഞ്ഞില്ല. പൂവിൻ്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. കണ്ട, എല്ലാം ഏത് വേണം, ലോകത്തിലുള്ള ഏത് പൂവിനെയും ഞാനൊരു കുപ്പിക്കകത്താക്കി പൂവിൻ്റെ സുഗന്ധമാക്കി തരാം. ചിലത് ഓയിൽ ബേസ്ഡ്, ചിലത് വാട്ടർ ബേസ്ഡ്, അല്ലേ? എന്തു പേരിലാണെങ്കിലും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദുബായിൽ ദേറയിൽ അബ്ലോണിലാണ്. ഈ ബോർഡ് കണ്ടോ? അബ്ലോണിൻ്റെ ഷോപ്പിനകത്താണ്. ഇവിടെ അബ്ലോണിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ കോഴിക്കോട് നമ്മുടെ സ്ഥിരം വടകരയുള്ള നമ്മുടെ BG ആണ് നമ്മുടെ എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഷെറിഫ് അവനാണെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുവാണ്. അവനിപ്പോൾ കല്യാണം ഇപ്പം നടക്കുമെന്നാണ് തോന്നുന്നത്. ഇല്ലേ, ഈ കാണുന്നതെല്ലാം പെർഫ്യൂംസാണ്. ഇതെല്ലാം ഓയിൽ ബേസ്ഡ് പെർഫ്യൂംസ് ആണ്. എത്ര വെറൈറ്റി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ ഒരു 1000-ൽ കൂടുതലുണ്ടെന്നാണ് ഷെറിഫ് പറയുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ ഇഷ്ടത്തിന് ഇത് ഷിഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തരും, മേക്ക് ചെയ്ത് തരും. ഞാൻ ആ മേക്കിംഗ് വീഡിയോയും കാണിക്കാം. ഇല്ല, മേക്കിംഗ് വീഡിയോ ബ്ലാക്ക് മസ്കിൻ്റെത്, വൈറ്റ് മസ്കിൻ്റെത്, പിന്നെ ഹസ്റുൽ നജൂർ, അങ്ങനെ എന്തോ എനിക്ക് ആ പേര് നാവിൽ തിരിയത്തില്ല. ഹജറുൽ അസൂർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേക്കിംഗ് വീഡിയോയും കാണിക്കാം. ബ്ലാക്ക് മസ്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് ശരിക്ക് ഈ ബോട്ടിൽ കണ്ടില്ലേ, നമ്മൾ ഈ അലാവുദ്ദീൻ കഥകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബോട്ടിലാണ്. ഈ ബ്ലാക്ക് മസ്ക് 2 തരത്തിലാണ് എടുക്കുക. ഒന്ന് ഇതിൻ്റെ പെർഫ്യൂമായിട്ട് എടുക്കാം. ഇതിന് പെർഫ്യൂം ഉണ്ട്. പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വാട്ടർ കണ്ടന്റഡ് ആണ്. മറ്റേത് ഓയിലായിട്ട്. ഈ ഓയിലായിട്ട് എടുക്കുന്ന നമ്മൾ ബോഡിയിൽ നമ്മൾ അവിടെ ഈ എന്താ പറയുന്നത് ഹോട്ട് സ്പോട്ടുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ കാതിൻ്റെ പിറകുവശത്ത്, കൈയുടെ പൾസിൻ്റെ ഭാഗത്ത്, ഇതൊക്കെ നമ്മൾ എടുക്കുന്നതാണ് അതിൻ്റെ ഓയിൽ. ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് മസ്ക് എന്ന് പറയുന്ന സാധനമാണ്. അതാ. അപ്പോൾ ഈ ബ്ലാക്ക് മസ്കിൻ്റെ ഇപ്പം ഞാൻ അതിനകത്ത് പർച്ചേസ് ചെയ്യുന്നത് ബ്ലാക്ക് മസ്കിൻ്റെ ഓയിലും എടുക്കുന്നുണ്ട്, ഒരു പെർഫ്യൂം എടുക്കുന്നുണ്ട്. അതിങ്ങനെ ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു സാധനത്തിൽ പേര് പോയോ? പേരെന്തായിരുന്നു? ഷെരീഫ് ഇങ്ങനെ എന്താ ഒരു സാധനം ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ഈ മിക്സ് ചെയ്യുന്നത്? വെള്ളമാണോ? ഇതെന്തോ സാധനം? എത്തനോൾ ഇല്ലേ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ ഈതയിൽ എത്തനോൾ എന്നൊക്കെ പറയുന്നത്. ആ എത്തനോളാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഓ, അത് നേരെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ വല്ല അവസ്ഥയും ഉണ്ടായിരുന്നു. അതും പഠിച്ചില്ല. എത്തനോൾ മിക്സ് ചെയ്തു. അത് ഐസാണ് ഇട്ടേക്കുന്നത്. മാഗ്നറ്റ് ആണോ?
ഞാൻ ആ മിക്സ് ചെയ്തേക്കുന്നതിനകത്തൊരു സാധനം കാണിച്ചു തരാം. അതൊക്കെ പോ ഇതിനകത്തൊരു മാഗ്നറ്റ് കിടപ്പുണ്ട്, കാണുന്നുണ്ടോ? ഈ ചായയൊക്കെ നമ്മൾ തണുപ്പിച്ച് കുടിക്കുന്ന പോലത്തെ ഒരു മഗ്ഗ, ഒരു കോഫി മഗ്ഗ് പോലത്തെ ഒരു മഗ്ഗ. എന്നിട്ട് എത്തനോൾ മിക്സ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ആണ് മറ്റേത്, അത് ഓയിലാണ്. ഈ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ കഷായം മിക്സ് ചെയ്യുന്ന പോലെ ഒരു തോന്നലില്ലേ? അത് ഏതാണ്ട് അങ്ങനെ ഒരു കഷായം മിക്സ് ചെയ്യുന്ന പോലെ ഏതാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതാണ്. അടുത്ത് വീണ്ടും എത്തനോൾ ഒഴിച്ചു. ഇത് പണ്ട് വീട്ടിലെ അമ്മമാരൊക്കെ പായസമൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ബാക്കി കപ്പ് കുടിക്കുന്ന പോലെ അടുത്ത എൻ്റെ കപ്പ് കൂലി പോവാ. ഇതിനകത്ത് ഏത് വേണം? ഞാൻ അത് അമ്മയ്ക്ക് ഇത് മതിയോ? ഞാനിത് എടുത്ത് ഇത് മതിയോ? ബ്ലാക്ക് മസ്ക് നല്ലതാണ്. ഹെയർ സ്റ്റൈലാണോ നോക്കുന്നത്? അതിപ്പോൾ അപ്പുറത്ത് എപ്പോഴേക്കും അവിടെ നമ്മുടെ കാശ്മീരിൽ നിന്ന് വന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഒരു പുതിയ ഹെയർ ജെല്ലുണ്ട് ചേട്ടാ നോക്കെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹെയർ ജെൽ പരീക്ഷിച്ചതാണ്. അടങ്ങി ഒതുങ്ങി പറന്ന് നടന്ന മുടിയാണ്. ഇപ്പോൾ ഏതാണ്ട് കാള കുത്തിയതുപോലെ നിൽക്കുന്നില്ലേ? ഇതാണ് സംഭവിച്ചത്. ഈ കൊച്ചു പിള്ളേർക്ക് ടെറ്റനസ് ഒക്കെ എടുക്കുമ്പോൾ എന്തോ ഒരു സാധനം എടുക്കുന്ന പോലെ ഇതെന്തോ ഇടുന്നേ? മറ്റേ നമ്മുടെ ഈ മൈദാമാവ് കുഴയ്ക്കുന്ന ബ്ലെൻഡറിനെ പോലെ ഒരു ഇലക്ട്രിക് ബ്ലെൻഡർ പോലത്തെ ഒരു സാധനത്തിനകത്തിട്ട് കറക്കുക, ഗ്രൈൻഡറിൽ ഇത് വരുന്ന പോലെ. ഇതെന്ത് സാധനം? ഫെവിക്കോള് പോലെ എന്തോ ഒരു സാധനം ഒഴിക്കുന്നതാണ്. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാനെന്ന് പറയുന്നത്. സംഗതി അടിപൊളിയാണ് കേട്ടോ. നോക്കട്ടെ, ഞാനിത് പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഇന്റൽ ലാബ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റിറർ എന്ന് പറയുന്ന ഒരു മെഷീനിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. മാഗ്നറ്റിക് സ്റ്റിററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോബ്ലി ഇത് മാഗ്നറ്റിന്റെ കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. മാഗ്നറ്റിക് സ്റ്റിററാണ്. ഈ കാണുന്നതൊക്കെ പെർഫ്യൂംസ്, പെർഫ്യൂംസ്, ഓയിൽ ബേസ്ഡ്, വാട്ടർ ബേസ്ഡ് തുടങ്ങിയുള്ള കണ്ടന്റുകളാണ്. ഇതെല്ലാം ഇടിയപ്പം പിഴിയാൻ വച്ചേക്കുന്ന പോലെ, ഹോട്ടലുകളിൽ പിഴിയാൻ വച്ചേക്കുന്ന പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തുവാണെന്ന് അറിയാൻ വയ്യ. ഈ ഇടിയപ്പം ചില്ല് പിഴിയുന്ന പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് നോക്കാം എന്തുവാണ്. ചായ തിളയ്ക്കാൻ പറ്റുന്ന പോലെ ഉണ്ട്. തിള കണ്ടു തുടങ്ങി. ഇനിയിപ്പോൾ അതിപ്പം ബ്ലെൻഡായി വരും. യൂട്യൂബ് പോട്ടാ തകർക്കുമല്ലേ? കണ്ടോ ഇത് കണ്ടോ? ഈ അകത്ത് നമ്മളൊക്കെ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് തിളപ്പിക്കും. ഇത് മാഗ്നറ്റ് ഇട്ട് തിളപ്പിക്കും. അത് തിളച്ചു. ഇനിയിപ്പോൾ മാഗ്നറ്റ് പുറത്തെടുക്കാനായിരിക്കും ആ കത്രിക വെച്ച്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? ഈ ശർക്കര പാനിയൊക്കെ തിളപ്പിക്കത്തില്ലേ പായസം ഉണ്ടാക്കാൻ? ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പതയൊക്കെ എടുത്ത് കളയുന്ന പോലെ എന്തോ എടുത്ത് കളയുന്നത്. അപ്പോൾ മാഗ്നറ്റ് ആക്കി കളഞ്ഞോ? എനിക്കറിയാൻ പറ്റില്ല. ഇതിനകത്ത് പച്ച വെള്ളം തിളയ്ക്കും. അല്ല, ഇത് തിളച്ച് വരുന്നുണ്ടല്ലോ. ഇതിനകത്ത് വെച്ചാൽ ഈ സാധനത്തിനകത്ത് വരുമോ? പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും കോംപ്ലിമെന്ററി ആയിട്ട് കുടിക്കാൻ ഒരു വെള്ളം തരും അല്ലേ? പെർഫ്യൂം തരത്തില്ല. ഇത് കാണുമ്പോൾ വിചാരിക്കും പെർഫ്യൂം തരുമെന്ന്. അത് തരത്തില്ല. കുടിക്കാൻ വെള്ളം തരും. തരും. ഒരു ഒട്ടകം തരും. ഇവിടെ ഇരുന്ന് പറയുക ഈ പെർഫ്യൂം മേടിക്കുമ്പോൾ എന്തെങ്കിലും ഫ്രീ തരുമോ? ഈ ഇരിക്കുന്നതൊക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. നമ്മളിപ്പോൾ എടുത്തത് ബ്ലാക്ക് മസ്ക്.
ബ്ലാക്ക് മസ്ക് ആണ് നമ്മളിപ്പോൾ എടുത്തത്. അതിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം, കറുത്ത നിറത്തിൽ. മസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി എന്നാണ്, ബ്ലാക്ക് മസ്ക്. ഇത് ബ്ലാക്ക് ഓർക്കിഡ്. ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ബ്ലാക്ക് ഓർക്കിഡ് ഇൻ ദി സെൻസ് ഇത് ഓർക്കിഡിന്റെ തന്നെയാണ് ബ്ലാക്ക് ഓർക്കിഡ്. ഇത് ടോം ഫോർഡിന്റെ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അലാവുദ്ദീൻ്റെ ഒക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഷെയ്ക്ക്, അങ്ങനെയൊക്കെ ഒരു റോയൽ ലുക്കാണ് ഈ ബോട്ടിലിന്. കഷായം, കോട്ടയ്ക്കല്ല കഷായം നിറയ്ക്കുക 2 കുപ്പിയിലായിട്ട്. കണ്ടോ, ബ്ലാക്ക് മസ്ക് എന്ന് പറയുന്ന സാധനം അന്നേരം നിറച്ചു. മറ്റേ അളവ് കപ്പിൽ ജാറിൽ നിറയ്ക്കുന്നുണ്ടെന്നൊന്നും കോട്ടയ്ക്കല്ല മറ്റേ കഷായം നിറയ്ക്കുന്ന പോലെ നല്ല പിന്നെ പെർഫ്യൂം വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വിജി വരുന്നുണ്ട്, അവൻ കാലിക്കറ്റ് വരുമ്പോഴേക്കും നമുക്ക് അവനെ കൊണ്ട് നമുക്ക് ശരിയാക്കാം ഇല്ലേ. പിന്നെ ഇവിടെ ഒരു അമ്മ ചോദിക്കുന്ന പോലെ ഒട്ടകത്തിന് കിട്ടുമോ ആനയെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും കിട്ടത്തില്ല. ഞാൻ ഈ കടയുടെ അഡ്രസ്സ് ടാഗ് ചെയ്തിടാം അല്ലേ. നമ്മൾ ഏത് ഷോപ്പാണെങ്കിലും നമ്മളെ ആ ഷോപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ സർവീസാണ്, അവരുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ആ ഷോപ്പിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് നമ്മൾ വരുന്നത്. അക്കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഞാൻ അതിനകത്ത് യാതൊരു ഡൗട്ടില്ല. ഞാൻ എൻ്റെ 2000-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഷോപ്പിനെയും ഞാൻ അങ്ങനെ സ്ട്രിങ് ചെയ്തിട്ടില്ല, അറ്റാച്ച് ചെയ്തിട്ടില്ല. ദിസ് ഫോർ ദി ഫസ്റ്റ് ടൈമാണ് ഒരു ഷോപ്പിനെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യുന്നത്. കാരണം ഇറ്റ് വർക്ക്സ്, നന്നായിട്ട് നല്ലവണ്ണം ഇത് പോകുന്നുണ്ട്. ഇത് ഈ പറയുന്നതെല്ലാം ഓയിൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ഓയിൽ ബേസ്ഡ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബോട്ടിലുകളിലാണ് വരുന്നത്. 10 മില്ലി, 20 മില്ലി, 12 മില്ലി, 24 മില്ലി അങ്ങനെയാണെന്ന് തോന്നുന്നു ഡിനോമിനേഷൻ. 12, 24, 36 എന്ന് പറഞ്ഞാൽ ഡിനോമിനേഷനിലാണ് ബോട്ടിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഈ ഊതെന്നൊക്കെ പറഞ്ഞ് മറ്റേ പഞ്ചാമൃത അഭിഷേകം പോലെ തലയിൽ കൂടെ കോരി ഒഴിക്കണമല്ലോ. ഇത് അങ്ങനെ ഒഴിക്കാൻ പറ്റത്തില്ല, ചെറിയൊരു അളവ് മതി ഇല്ലേ. നമുക്കാണെങ്കിൽ എത്ര തേച്ചാലും പോരാ, നമ്മൾ ഇവിടത്തേക്കും കഴുത്തിത്തേക്കും വളരെ മിനിമം സാധനം മതി ഇല്ലേ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ പെർഫ്യൂം അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും പെർഫ്യൂമിന് എന്തോ ഷർട്ടിൻ്റെ കൂടെ പ്രേമമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചേർത്ത് കൊണ്ടുവച്ച് ഞെക്കുന്ന കാണാം. എപ്പോഴും ഇവർ ചോദിക്കുമ്പോൾ ഈ ഷെറീഫൊക്കെ പറയുന്ന ഒരു മിനിമം ഡിസ്റ്റൻസിൽ പെർഫ്യൂം നമ്മൾ സ്പ്രേ ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് തോന്നുന്നു ഷർട്ടിനകത്ത് മറ്റേ കലയ്ക്ക് ഒഴിക്കുവാണോ, ഇനി ഷർട്ടിനോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ നോബ് പിടിക്കും ഇല്ലേ. ഇതാ ഇനി എന്തെങ്കിലും ഡൗട്ട് ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിക്കോളാം കേട്ടോ ഇല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും, എൻ്റെ പൊന്ന് സാറേ ഇന്ന് എന്തുവാ ഇത് പരിപാടിയെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ദുബായിലെ ഈച്ച് ആൻഡ് എവരി ഗോൾഡ് ഞാൻ പറഞ്ഞു, നമ്മൾ മറ്റേ പോട്ടറി പോലുള്ള സാധനങ്ങൾ വിൽക്കുന്നത് പറഞ്ഞു, പിന്നെ ഖവാലീസിൻ്റെ ആ പോയറ്റിൻ്റെ മ്യൂസിയം പറഞ്ഞു. ഇന്ന് നമ്മൾ പെർഫ്യൂമിൻ്റെ ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് നിൽക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോഴത്തെ വശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ട്രിവാൻഡ്രം ഡ്യൂട്ടി ഫ്രീയിലോ നമ്മൾ കോഴിക്കോട് ഡ്യൂട്ടി ഫ്രീയിലോ ഒക്കെ കാണുന്ന. പക്ഷേ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് കോപ്പി അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാം ജെനുവിൻ ബ്രാൻഡ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പുറത്തെ വശമായതുകൊണ്ട്, ഈ ഊതും പെർഫ്യൂമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ വശം എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ എങ്കിലും നല്ല 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 ക്ലാസ് ബ്രാൻഡുകളുണ്ട്. ഷെറീഫ് ഏതൊക്കെയാണ് ഇവിടെ ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ള പ്രീമിയം ബ്രാൻഡുകൾ ഏതൊക്കെയാണ് ഷെറീഫ്? ഗൂച്ചിയുടെ പ്രീമിയം ബ്രാൻഡ് ഇല്ലേ. അപ്പം ചോദിക്കുന്നത് ഇവനെ വിജി എവിടെ പോയി എന്നല്ലേ, അവൻ്റെ അവിടെ ഒളിച്ചിരിക്കുക, ഇനി ഇങ്ങോട്ടേക്ക് അവനെ പിടിച്ചുകൊണ്ട് വരാം അല്ലേ. ഇതാണ് വിജി. ഇവരിവിടെ ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം പരിചയപ്പെട്ടില്ല. ഇവരെ 1-2 പേരെയൊക്കെ പരിചയപ്പെട്ടു. ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തരാം. ഞാൻ ഈ പെർഫ്യൂമിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഒരിക്കൽ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഇന്നിടാമെന്നല്ലേ പറഞ്ഞിരുന്നത്, അതാ. അപ്പോൾ ദുബായ് കാഴ്ചകളിലെ പെർഫ്യൂംസിൻ്റെ ലോകം വേറെ തന്നെ വലിയൊരു ലോകമാണ്. അപ്പോൾ പെർഫ്യൂംസിൻ്റെ ലോകത്തിൽ വരുമ്പോഴേക്കും ഞാൻ ഇവരുമായിട്ട് ഒന്ന് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഇല്ലേ. മിക്സ് ചെയ്യുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ. ഓ എൻ്റെ അമ്മ, ഈ കഷായം മിക്സ് ചെയ്യുന്നതല്ല, ആകെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കഷായം മിക്സിങ്ങിൻ്റെ കാര്യം മാത്രമല്ല ഓർമ്മ കിട്ടുള്ളൂ. അതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ വളരെ വാന്താണ് കേട്ടോ, നല്ല പെരുമാറ്റമാണ് ഇല്ല. ഇനിയിപ്പം 2 തരത്തിൽ കൂടിയാലും അതിൻ്റെ ഒരു വാന്തിന് നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ ഇവിടെയാണെങ്കിൽ മുഴുവൻ മയിലും കുയിലും. ഓ എൻ്റെ എനിക്ക് വയ്യ. ഈ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ കാണുന്ന ഒരു കളർഫുൾനെസ് കാണുന്നുണ്ടോ? ഇങ്ങനെ സർവ്വ മയില് കുയില് രാസാത്തി എല്ലാം ഉണ്ട്. ഇങ്ങനെ ഈ നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന പോലെ അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വിലയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഷെറീഫ് തിരക്കിലായി. വിജി അവനുമില്ല.
വിജി വെളിയിലുണ്ട്. ഞാൻ ഷെറീഫ്, നമ്മൾ ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഒരു സാധാരണ പെർഫ്യൂമിന് എത്ര രൂപ വരും? സാധാരണ 100 മില്ലി പെർഫ്യൂമിന് ഒരുവിധം എത്ര ഇന്ത്യൻ ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ 1000 രൂപയൊക്കെ വരും. 1000 ഒരു സാധാരണ ഒരു പെർഫ്യൂം, ഒരു നല്ലൊരു ഒരു പെർഫ്യൂം നമ്മൾ മേടിക്കുമ്പോൾ 100 മില്ലി 1000 രൂപ, 1200 രൂപയൊക്കെ. അപ്പം നമുക്ക് തോന്നുന്നു 100 മില്ലി വേണം നിർബന്ധമില്ല, നമുക്ക് 50 മില്ലി എടുക്കാം. കാശ് കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ ഡിനോമിനേഷൻസ് എടുക്കാം. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കാഴ്ചകളിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത തവണ ദുബായിൽ വരുമ്പോൾ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ, ഒരു 10-15 മിനിറ്റ് ഇല്ലേ? ഇതാണ്ട് കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് നമുക്ക് ഉണ്ടോ? ഇത് പെയ്ഡ് പാർക്കിംഗ് ആണോ? അല്ലല്ലോ, പെയ്ഡ് പാർക്കിംഗ്. എന്നാണെങ്കിലും നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ലൊക്കേഷൻ ഞാൻ പുറത്ത് കാണിച്ചു തരാം, ഞാൻ വീഡിയോ പുറത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ദുബായ് ന്യൂ ഗോൾഡ് സൂക്ക്. ദുബായ് ന്യൂ ഗോൾഡ് സൂക്കാണ് എതിർവശത്ത്. ന്യൂ ഗോൾഡ് സൂക്കിന്റെ അവിടെ എത്ര വണ്ടി വേണോ പാർക്ക് ചെയ്യാം, എല്ലാം എടുത്തുകൊണ്ട് പോവാം, നമുക്ക് ഇവിടെ കൊണ്ടുവിടാം. മണിക്കൂറിന് 25 ദിർഹം സ്വന്തമാണെന്ന് തോന്നുന്നു ഇവിടെ, ഇല്ലേ? അപ്പോൾ എന്താണെങ്കിലും ദുബായ് വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നമ്മുടെ ഇല്ലേ സന്ധിക്ക് അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ലേ ഇല്ലേ? അത് കൃത്യമായിട്ട് ചിരിക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ദി ക്രക്സ് ഓഫ് ഇറ്റ് ഇല്ലേ? അതാണ് അതിൻ്റെ ഒരു ക്രക്സ്. എന്താണെങ്കിലും സർവ്വഭാര സൗഭാഗ്യങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.